നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലെ ആസിഡ് മുകളിലോട്ട് തികട്ടി വരുന്നതിനാണ് നമ്മൾ ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കയറി കിടക്കരുത്. 2 മണിക്കൂറെങ്കിലും അപ്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം കിടക്കാനായിട്ടുണ്ട്. വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തത്തിൻ്റെ അംശമോ കറുത്ത കളറോ ഉണ്ടോ, അതേപോലെ ഈ പറയുന്ന പോലെ വയറിൽ ഡോക്ടർ പരിശോധിക്കുമ്പോഴത്തേക്കും മാസ് പോലെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അസിഡിറ്റിക്ക് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഒരാൾക്ക് ഒരു ജലദോഷം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മാസ്ക് ഉപയോഗിച്ചാൽ മതിയാവുമോ? ഡെഫിനറ്റ്ലി. അപ്പോൾ സാധാരണ സർജിക്കൽ മാസ്ക് വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ തുപ്പിൽ തെറിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചതുകൊണ്ട് 100% കിഡ്നിയും ലിവറും കേടാകത്തില്ല. കുറേ നാൾ കഴിച്ചതുകൊണ്ട്. അത് കഴിക്കാത്ത അവസരത്തിലാണ് ഷുഗർ കാരണം കിഡ്നി കേടായെല്ലാം റിപ്പോർട്ട്സ് കാണുന്നത്. ഒരു ദിവസം കുറച്ച് എക്സ്ട്രാ ചായ കുടിച്ചതുകൊണ്ട് വലിയ ദോഷങ്ങളുണ്ടാവില്ല. പക്ഷേ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ്ലി അതിൻ്റെ അളവ് കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് ദോഷങ്ങളുണ്ട്. സിഗരറ്റിന് ശരിക്കും ഒട്ടും ടോളറൻസ് ഇല്ല. ചെറിയ അളവിൽ കൂടുതലാണെങ്കിലും ക്യാൻസറിനും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം സിഗരറ്റിന് 0 ടോളറൻസ്, ഒട്ടും എടുക്കരുതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ചായ 1-2 ചായ കുടിച്ച ഒരു ദോഷമില്ല. അതിൽ വിഡ്രോവൽ സിംറ്റംസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളുണ്ട്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളാൽ നമ്മളിൽ പലരും ബുദ്ധിമുട്ടാറുണ്ട്. അതിൽ ബിപിയും ഷുഗറും ഒക്കെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് കൊച്ചി ആശ്രം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനോദ് സേവ്യർ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അവർക്ക് ഷുഗർ ഉണ്ട്, ബി.പി ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ. അപ്പം ഇത്തരം അസുഖങ്ങളുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് പ്രായം മുതൽ ഈ ബി.പി ഷുഗറൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും? നമ്മൾ പണ്ട് നോക്കുമ്പോഴത്തേക്കും ബി.പി ഷുഗറൊക്കെ ഒത്തിരി പ്രായമായിട്ടുണ്ട് കണ്ടുവരുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടു തുടങ്ങാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഒരു ബാലൻസ് ഡയറ്റ് ആൻഡ് എക്സസൈസ് അതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 50% കൂടുതൽ പച്ചക്കറി, ഫ്രൂട്ട്സ് ചെറിയൊരു ഭാഗം മെജോറിറ്റി പച്ചക്കറി ആയിരിക്കണം. 1/4 മാത്രമേ നമുക്ക് ചോറ് അല്ലെങ്കിൽ അരിയാഹാരം വെച്ച് കഴിക്കാനായിട്ട് പാടുള്ളൂ. മറ്റേ 1/4 പ്രോട്ടീൻ കണ്ടൻറ്റ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കൻ, ഫിഷ്, മുട്ട അങ്ങനത്തെ സാധനങ്ങളാവാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ, സോയ, രാജ്മ, ദാൽ ഇതൊക്കെ ആയാലും കുഴപ്പമില്ല. ബാലൻസ് ഡയറ്റാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസ്. അപ്പോൾ എക്സസൈസ് ഇത്ര സമയമെന്ന് ചോദിക്കുകയാണെങ്കിൽ 20 to 25 minutes എല്ലാ ദിവസവും. ഇപ്പം നമുക്ക് ഷുഗറിനോ അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങളാണെങ്കിൽ ഏത് എക്സസൈസ് ആണെങ്കിലും കുഴപ്പമില്ല. മസിൽ ട്രെയിനിങ് ആണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ എറോബിക് എക്സസൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കാർഡിയാക് ഹെൽത്തിനാണെങ്കിൽ കുറച്ചും കൂടെ എറോബിക് എക്സസൈസ്, ബ്രിസ്ക് വാക്കിംഗ്. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൈ വീശി നല്ല സ്പീഡിൽ നടന്നാൽ മതി. 20 minutes എല്ലാ ദിവസവും മുടങ്ങാതെ. ഈ നടക്കുന്നത് എക്സസൈസ് അല്ലാന്നൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇല്ല, നമ്മൾ ഈ ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സസൈസ് ആയിട്ട് തന്നെ അത് കൗണ്ട് ചെയ്യും. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ സ്വിമ്മിങ്, സൈക്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എല്ലാ ദിവസവും 20 to 25 minutes കൺസിസ്റ്റൻ്റ് ആയിട്ട് കൈ വീശി വിറക്കുന്ന രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. കുട്ടികളിൽ ഷുഗർ റിപ്പോർട്ട് ചെയ്യാറില്ലേ? അപ്പം അതിന് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പം കുട്ടികളിൽ 2 തരം ഷുഗറാണ് കാണുന്നത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടല്ല, നമ്മളുടെ ആൻറ്റിബോഡിയുടെ പ്രശ്നം കൊണ്ട്. അപ്പം അതിന് നമുക്ക് ഡയറ്റും എക്സസൈസിന് ഡെഫിനറ്റ്ലി റോളുണ്ട്, പക്ഷേ പ്രിവെൻറ്റീവ് റോൾ അത്രയില്ല. രണ്ടാമത്തത് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പം പണ്ടൊക്കെ ഒരു 30-35 വയസ്സിന് ശേഷം മാത്രമേ ഷുഗേഴ്സ് കാണാറുള്ളൂ. നമ്മളിപ്പം സ്കൂൾ കുട്ടികളിൽ വരെ ടൈപ്പ് 2 ഡയബറ്റീസ് കാണാറുണ്ട്. അത് കുറേയൊക്കെ ഭക്ഷണ രീതികൾ കാരണം, സ്വീറ്റ്സ് അമിതമായിട്ട് കഴിക്കുന്നവർ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ, എനർജി ഡ്രിങ്ക്സ് കഴിക്കുന്നവർ, എക്സസൈസ് ഇല്ലാതെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് അവോയ്ഡ് ചെയ്താൽ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പാരൻസിലേക്കും ഗ്രാൻഡ് പാരൻസിലേക്കും വരുമ്പോൾ ഷുഗർ കാണാറുണ്ടല്ലോ. അപ്പം അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവരുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിരിക്കും. ചിലർ നന്നായി ജോലി ചെയ്യുന്നവരായിരിക്കും, അത് ഫിസിക്കലി നന്നായി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രമേഹവും ഷുഗറും ഒക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ നാട്ടിൽ എക്സസൈസ് ഡെഫിനറ്റ്ലി ഉണ്ടെങ്കിലും ഭക്ഷണ രീതിയാണ് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളുടെ മിക്ക വീടുകളിലും കാണാറുണ്ട്. പ്ലേറ്റിൽ മെജോറിറ്റി ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടതും ചെറിയ രീതിയിൽ കറികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ഡയറ്റിലേക്ക് മാറുവാണെങ്കിൽ പ്രിവെൻറ്റീവ് റൂൾ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ കുറ്റമൊന്നും ഇല്ലാതെ തന്നെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഈ അസുഖങ്ങൾ വരാം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാൻ കണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഈ പാരൻസിന് ഷുഗറോ ബി.പി ഒക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വീണ്ടും ഹയർ ചാൻസ് ഉണ്ടാവുക. ഒരു ദിവസം ഒരു വ്യക്തി എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? സാധാരണ അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസിൽ
പെണ്ണുങ്ങളാണെങ്കിൽ 2 to 2.5 ലിറ്റേഴ്സ്, അതാണ് കണക്ക് പറയുന്നത്. ആണുങ്ങളാണെങ്കിൽ 2.5 to 3 ലിറ്റേഴ്സ്. പക്ഷേ നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സ്വെറ്റി കൂടെ വേർപ്പിൽ കൂടുതൽ ഒത്തിരി വെള്ളം നഷ്ടപ്പെടുമല്ലോ. അതിന് കോമ്പൻസേറ്റ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുടിക്കേണ്ടി വരും. നമ്മൾ ഇന്ന് കാണുന്നതാണ് കുട്ടികളൊക്കെ കൂടുതലായും മൊബൈലിലിരിക്കുക, രാത്രി ലേറ്റായി ഉറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം. അതിപ്പോൾ മുതിർന്നവരിലും നമുക്കിടയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈകി ഉറങ്ങുന്നതും ഉറക്കം കുറയുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക? അത് ഏതെങ്കിലുമൊക്കെ രോഗങ്ങളിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അപ്പം ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ തെറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങളെല്ലാം വരാം. നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ്, ഇപ്പം ADA പോലത്തെ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിലും ഷുഗറിന് പ്രിവെൻറ്റീവായിട്ട് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് ബെറ്റർ കൺട്രോൾ കിട്ടാനായിട്ട് 7 to 9 hours അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ്, ഡിസ്റ്റർബ്ഡ് അല്ലാത്ത കണ്ടിന്യൂസ് സ്ലീപ്പാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ കുറവുണ്ടവർക്കാണ് കൂടുതൽ ഷുഗർ ടെൻഡൻസിയും വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുമല്ലോ, ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ എപ്പോഴും കിടക്കുക, ഉറങ്ങുക, അങ്ങനത്തെ ഒരു ക്ഷീണമായിരിക്കും. അത് വെറും ഒരു ക്ഷീണമായി നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണോ? അല്ല, ഡെഫിനറ്റ്ലി അതിപ്പം കുറേ നാളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ഒന്ന് ലൈഫ് സ്റ്റൈലിലുണ്ട് വ്യത്യാസം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഉറക്കക്കുറവ് തന്നെ ഒരു കാരണമാകും. അതല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ, തൈറോയിഡ്, ബ്ലഡ് പ്രഷർ ഇങ്ങനത്തെ അസുഖങ്ങൾ കാരണം വരാം. കൂർക്കം വലി ഉണ്ടെങ്കിൽ ഇത് വരാം. കൂർക്കം വലി ഉണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസകോശം പതുക്കെ ഉറക്കത്തിൽ അടഞ്ഞു പോകുമ്പം ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ശ്വാസം ഇറങ്ങുന്നതിൻ്റെയാണ് നമ്മൾ ആ കൂർക്കം വലി എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നത്. ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ അന്നേരം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നില്ല. അപ്പം ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെ പ്രഷർ, ഷുഗർ എന്നീ അസുഖങ്ങളിലോട്ട് എത്തിക്കാം. അതേപോലെ തന്നെ ഹാർട്ടിനും അതൊരു സ്ട്രെയിൻ ആയിട്ട് വരാം. അതുപോലെ വിറ്റാമിൻ D ഗുളിക കഴിക്കുന്നത് നല്ലതാണോ? മുട്ടുവേദനയുള്ളവരും കൈവേദനയുള്ളവരും ഒക്കെ അത് കഴിക്കുന്നുണ്ട്, ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ തന്നെ അത് കഴിച്ചു തുടങ്ങുന്നുണ്ട് ഈ പ്രായത്തിലും. അപ്പം അത് ഏത് പ്രായം തൊട്ടാണ് കഴിക്കേണ്ടത്? അത് നല്ലതാണോ? ഇതിന് ശരിക്കും ഒരു പ്രായോഗം പറയാനായിട്ട് പറ്റില്ല. ഡെഫിഷ്യൻസി ഉണ്ടവർ മാത്രം ഇത് കഴിക്കുക. വിറ്റമിൻ D കുറഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും കൂടുതലാണ് ഇത് ഓവറായി പോയാലും ഉണ്ട് പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പം നമ്മൾ വൈറ്റമിൻ ഡിയുടെ ലെവൽസ് ചെക്ക് ചെയ്യാതെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മരുന്ന് കഴിക്കരുത്. വൈറ്റമിൻ D കൂടിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ കാൽഷ്യം കൂടിയ അവസ്ഥകൾ, റീനൽ ഫെയിലിയർ, കിഡ്നി ഡാമേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊട്ടും കാണാറുണ്ട്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ബോൺസ് വീക്കായിട്ട് ബോഡി പെയിൻ, ക്ഷീണം, തളർച്ച എന്നീ ബുദ്ധിമുട്ടുകളും കാണാറുണ്ട്. അതുപോലെ നമ്മൾ എപ്പോഴും കാണുന്ന ഒന്നാണ് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്ന് പറയും. ചിലർ വെറുതെ നെഞ്ചരിച്ചിലാന്ന് പറയാറുണ്ട്. അപ്പം ഈ നെഞ്ചരിച്ചിലിനെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണോ? ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ഈ നെഞ്ചരിച്ചിലൊക്കെ അനുഭവപ്പെടുക? അപ്പം നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലെ ആസിഡ് മുകളിലോട്ട് തികട്ടി വരുന്നതിനാണ് നമ്മൾ ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത്. അത് ചിലപ്പം ഏതെങ്കിലും ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം. സ്ട്രെസ്സ് കൂടിയാലാകാം, പുകവലി, മദ്യം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും വരാം. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് കറക്റ്റ് സമയത്ത് കഴിക്കുക, എരിവ് എണ്ണമയം അവോയ്ഡ് ചെയ്യുക, ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കയറി കിടക്കരുത്. 2 മണിക്കൂറെങ്കിലും അപ്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം കിടക്കാനായിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചതെല്ലാം അതേപടി മുകളിലേക്ക് തികട്ടി വരും. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇറങ്ങുന്ന പൈപ്പിൽ തൊലി പോകാൻ ടെൻഡൻസി ഉണ്ട്. ഈ അസിഡിറ്റിനെയൊക്കെ നമ്മൾക്ക് അത്ര ഈസി ആയിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ്. ഒരിക്കൽ അസിഡിറ്റി വന്നവർക്ക് പിന്നെയും അസിഡിറ്റി വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പം നമ്മളുടെ ജീവിതശൈലി കാരണമാണ് ഇങ്ങനെ വന്നേക്കുന്നതെങ്കിൽ നമ്മൾ ആ ജീവിതശൈലി ശരിയാക്കാതെ ഇത് ശരിയാകില്ല. അതേ പ്രശ്നം കണ്ടിന്യൂ ചെയ്ത് വരാനായിട്ട് ടെൻഡൻസി ആയിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് അലാം സൈൻസ് അല്ലെങ്കിൽ ഡേഞ്ചർ സൈൻസ് എന്ന് പറഞ്ഞാൽ, ഭക്ഷണം ഇറക്കുമ്പോൾ പെയിൻഫുള്ളാണ്, നമ്മൾ വെയിറ്റ് കുറക്കാൻ നോക്കാതെ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് അൺഇൻറ്റൻഷനലി കുറഞ്ഞു വരുന്നുണ്ട്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തത്തിൻ്റെ അംശമോ കറുത്ത കളറോ ഉണ്ടോ, അതേപോലെ ഈ പറയുന്ന പോലെ വയറിൽ ഡോക്ടർ പരിശോധിക്കുമ്പോഴത്തേക്കും മാസ് പോലെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അസിഡിറ്റിക്ക് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എല്ലാവർക്കും എന്തുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ ഈ ഗ്യാസും അസിഡിറ്റിയും ഒക്കെ വരുന്നത്? നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വരാം, ഒത്തിരി സ്പൈസസ് ആയിട്ട് കഴിച്ചാൽ വരാം, ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കയറി കിടന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വരാം. അപ്പോൾ ഇത്തരം ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ, ഒരിക്കൽ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഗ്യാസ്, ഇത് വർഷങ്ങളോളം നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരപ്പോൾ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും അവർക്ക് മാറാൻ വേണ്ടി പറ്റും. ഒരു പരിധി വരെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് വേറെ എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടും വരാം. ചില ബാക്ടീരിയ വയറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം. പക്ഷെ അത് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് അവിടെ അൾസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം മരുന്ന് കഴിച്ചിട്ടും ജീവിതശൈലി കറക്റ്റ് ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പരിശോധന ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റുള്ളൂ. ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ അവരുടെ ബോഡിയിൽ എന്തൊക്കെ ചെക്കപ്പുകളാണ് കൃത്യമായി നടത്തേണ്ടത്? അപ്പം ഒന്ന്, നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ, കാർഡിയാക് ചെക്കപ്പ് ഇതാണ് ചെയ്യേണ്ടത്. ഷുഗറിൻ്റെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഡയബറ്റിക് ആകാനായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ക്ഷീണം അങ്ങനെ ഉണ്ടെങ്കിൽ HbA1c അല്ലെങ്കിൽ 3 മാസം ഷുഗറിൻ്റെ ആവറേജ്, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ ഇതൊക്കെയാണ് നോക്കേണ്ടത്.
ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് തരം രോഗവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാറുള്ളത്? നമ്മൾ ഒ പിയിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സീസണിൽ കാണുന്നത്. അത് മിക്കവാറും ആൾക്കാർ വേറെ രോഗികളുടെ അടുത്ത് നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പം ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ RSV ഇങ്ങനത്തെ ഇൻഫെക്ഷൻസാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നത്. മാസ്ക് ഉപയോഗിക്കലും കൈ നല്ല ക്ലീൻ ആയിട്ട് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രിവെൻറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, മാസ്ക് ഉപയോഗിക്കുന്ന ഒരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും മാസ്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോൾ ഒരു ജലദോഷമൊക്കെ വന്നാൽ ആളുകൾ മാസ്ക് ഉപയോഗിക്കാൻ മടിയില്ലാതായിട്ടുണ്ട്. ആളുകൾ കളിയാക്കില്ല എന്നൊരു കാര്യം വിശ്വാസം വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ആളുകൾ മാസ്ക് ഉപയോഗിച്ച് തന്നെയായിരിക്കും അല്ലേ ഡോക്ടേഴ്സിനെ കാണാൻ വരിക. അപ്പം അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ആൾക്കാർക്ക് ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു രോഗി വന്ന് എല്ലാവർക്കും പകർന്നു കിട്ടുമല്ലോ. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ക്ലോസ്ഡ് AC-ലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ജലദോഷം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മാസ്ക് ഉപയോഗിച്ചാൽ മതിയാവുമോ? ഡെഫിനറ്റ്ലി. അപ്പോൾ സാധാരണ സർജിക്കൽ മാസ്ക് വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ തുപ്പിൽ തെറിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ N95 മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമുക്കിടയിൽ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഈ ഷുഗറിനും BP-ക്കും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് വൺസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താനേ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണോ? ഇങ്ങനെ മരുന്ന് എടുക്കുന്നത് നമ്മുടെ കിഡ്നിയെ മോശമായി ബാധിക്കത്തില്ലേ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫിയർ മോങ്കറിങ് ഒത്തിരി ഉണ്ട്. ഇത് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷറും ഷുഗറും എന്ന് പറയുന്ന മെജോറിറ്റി ആൾക്കാർക്ക് ഒരു ലൈഫ് ലോങ് അസുഖമാണത്. നമ്മൾ ഇതുവരെ ഇത് ചികിത്സിച്ച് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ടുള്ള ഒരു മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ലൈഫ് ലോങ് ഉണ്ട് അസുഖമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പം സപ്പോസ് നമ്മൾ എല്ലാ ദിവസവും ഒപ്പിൽ കാണുന്ന ഒരു ചാലഞ്ചാണ്. 30 വയസ്സുണ്ട് ഒരാൾ വന്നിട്ട് പ്രഷറും ഷുഗറും വളരെ കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രായത്തിൽ കഴിക്കാൻ മടിയാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനാണ് അവരുടെ ഒരു ചിന്ത വരുന്നത്. ഈ 30 വയസ്സുള്ള ആൾ ആ ഒരു സമയത്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അയാളുടെ നോർമൽ ലൈഫ് സ്പാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ച് തീർക്കാം. 80 വയസ്സ് വരെയാണെങ്കിൽ ലൈഫ് സ്പാനെങ്കിൽ അത് ജീവിച്ച് തീർക്കാം. നമ്മൾ ഈ 10 വർഷം ഡിലേ വരുത്തുമ്പോഴത്തേക്കും 40 വയസ്സിൽ ഓൾറെഡി ഉള്ളിലത്തെ ഓർഗൻസ് എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ആളുടെ ഒരു ആയുസ് ഒരു 5-10 വർഷം ബാക്കി കിട്ടുള്ളൂ. അപ്പം മരുന്ന് വൈകുന്നത് കൊണ്ട് നമ്മൾ ആയുസാണ് കുറഞ്ഞു വരുന്നത്. അവിടെ ആയുസും ക്വാളിറ്റി ഓഫ് ലൈഫും. നമ്മൾ ഈ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്നുകൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ലൈഫ് ലോങ് കഴിക്കുന്ന രീതിയിൽ തന്നെ. എന്ന് വെച്ചാൽ സ്ഥിരം കഴിച്ചാലും കിഡ്നിക്കും ലിവറിനും കേടില്ലാത്ത രീതിയിൽ തന്നെയും മരുന്നുകൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മളെ പെയിൻ കില്ലേഴ്സ്, ആൻറ്റിബയോട്ടിക്സ്, കീമോതെറാപ്പി മരുന്നുകൾ, ഇതാണ് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്ന കിഡ്നി ലിവറും കേടാവുന്നത്. പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചതുകൊണ്ട് 100% കിഡ്നിയും ലിവറും കേടാകത്തില്ല. കുറേ നാൾ കഴിച്ചതുകൊണ്ട്. അത് കഴിക്കാത്ത അവസരത്തിലാണ് ഷുഗർ കാരണം കിഡ്നി കേടായെല്ലാം റിപ്പോർട്ട്സ് കാണുന്നത്. ഈ 30 വയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് BP കൂടുതലാണ് എന്നൊക്കെ പറയുന്ന ഒരു വർക്ക് സ്ട്രെസ്സിൻ്റെ കൂടെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയില്ലേ? ഒരു പരിധി വരെ കറക്റ്റായിരിക്കാം. പക്ഷേ നമ്മളത് ഒറ്റ റീഡിങ്ങിൽ മാത്രം ഈ പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം കൊണ്ടൊരു അവസ്ഥയിലെത്താറില്ല. കൺസിസ്റ്റൻറ്റ് റീഡിങ്സ് എടുക്കും. ബാക്കി ബ്ലഡിലോ അല്ലെങ്കിൽ ECGയിലോ അതിൻ്റെ മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കും. ഇപ്പം ചിലപ്പം വർക്ക് സ്ട്രെസ് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളാരും ഫുൾ ടൈം വെറുതെ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. സ്ട്രെസ് കൊണ്ട് BP കൂടുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരു രോഗാവസ്ഥ തന്നെ ആയിരിക്കാം. അങ്ങനെ ഉണ്ടവരും പ്രഷർ കൺസിസ്റ്റൻ്റ് എലിവേറ്റഡ് ആണെങ്കിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഓക്കെ. കാരണം ആ സ്ട്രെസ്സ് ശരിയാക്കൽ അത്ര എളുപ്പമല്ല നമുക്കത്. ഈ ഷുഗർ കൂടുതലായിട്ടുള്ള ആളുകൾ അവർ പലതരത്തിലുള്ള റെമഡീസ് വീട്ടിലിരുന്ന് ചെയ്യുകയും അത് അബദ്ധത്തിലൊക്കെ ചെന്ന് കലാശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഷുഗർ കൂടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഡോക്ടർ എഴുതിയ മരുന്ന് മാത്രം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? അപ്പം ഒന്ന്, നമ്മൾ മരുന്ന് ഒരു ഭാഗം മാത്രമേ ട്രീറ്റ്മെൻറ്റ് ആവുന്നുള്ളൂ. ലൈഫ് സ്റ്റൈലും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്ന് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയബറ്റിക് ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഡയറ്റ്, അതായത് പ്ലേറ്റിൻ്റെ പകുതി കൂടുതൽ പച്ചക്കറികളുണ്ടെങ്കിലേ നമുക്കതൊരു നല്ല ഡയറ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പ്ലേറ്റ് മൊത്തം അരിയാഹാരം, ഇഡ്ഡലി, ദോശ എല്ലാം അരിയായിട്ട് തന്നെ നമ്മൾ കൂട്ടും. അരിയാഹാരം കഴിക്കുന്നതെങ്കിൽ നമ്മൾ മരുന്നിന് അത്ര എഫക്റ്റീവ് ആകില്ല. മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എക്സസൈസ് കൺസിസ്റ്റൻ്റ്ലി വേണം. നമ്മൾ എല്ലാ ദിവസവും 20 to 25 മിനിറ്റ്സ് കൺസിസ്റ്റൻറ്റ് എക്സസൈസ്, അത് മാത്രമേ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാൻ കുറച്ചെങ്കിലും സഹായിക്കുകയുള്ളൂ. പിന്നെ റെഗുലർ ചെക്കപ്പ്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാ 3 മാസവും HbA1c ചെക്ക് ചെയ്ത് ടാർഗറ്റിലാണെന്ന് ഉറപ്പ് വരും. അതുപോലെ നമ്മൾ ജോലിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി ചായ കുടിക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്. കൂടുതൽ ചായ ആയിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് ആയിരിക്കാം നമ്മൾ കൂടുതൽ എളുപ്പത്തിൽ ഒന്ന് നമ്മുടെ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചില ദിവസം നമ്മൾ 5 or 6 ചായ കുടിക്കുന്നുണ്ടാവാം.
അപ്പം ഇത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് സാധാരണ ഒരു ദിവസം കുറച്ച് എക്സ്ട്രാ ചായ കുടിച്ചതുകൊണ്ട് വലിയ ദോഷങ്ങളുണ്ടാവില്ല. പക്ഷേ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ്ലി അതിൻ്റെ അളവ് കൂടിയാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് ദോഷങ്ങളുണ്ട്. സിഗരറ്റിന് ശരിക്കും ഒട്ടും ടോളറൻസ് ഇല്ല. ചെറിയ അളവിൽ കൂടുതലാണെങ്കിലും ക്യാൻസറിനും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം സിഗരറ്റിന് 0 ടോളറൻസ്, ഒട്ടും എടുക്കരുതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ചായ 1-2 ചായ കുടിച്ച ഒരു ദോഷമില്ല അതിൽ. ഈ 2 ചായയിൽ നമുക്ക് മധുരം ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ചെറിയ അളവിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഓബ്വിയസ്ലി മധുരം ഇടാതെ കഴിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഒരാൾക്ക് ചെറിയ അളവിൽ മധുരം ഇട്ട് കഴിച്ചാൽ കുഴപ്പമില്ല. ഈ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ആളുകളും സിഗരറ്റ് വലിക്കുന്നുണ്ടാവുക. അവരുടെ സിഗരറ്റ് വലി നിർത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പം പറയാറുണ്ട്, തിയേറ്ററിലെ പരസ്യം അത് എന്താ പറയുക, ബോധവൽക്കരണം അല്ല, ശരിക്കും ആളുകളെ പേടിപ്പിക്കുന്ന ഒന്നാണ് ക്യാൻസർ വരും പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകൾക്ക് അത്ര ഒരു കാര്യം വരുമ്പോൾ സിഗരറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ സാധിക്കാത്തൊരു കണ്ടീഷനുണ്ട്. അത് അവരുടെ ഒരു മെൻ്റൽ കണ്ടീഷനും കൊണ്ടൊക്കെ ആവാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾ ഈ സിഗരറ്റ് വലി കുറച്ച് കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പം ഈ സിഗരറ്റും ആൽക്കഹോളും രണ്ടും നമ്മുടെ ബോഡിക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കാവുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനഃശക്തി കൊണ്ട് മാത്രം നിർത്താൻ പറ്റണമെന്നില്ല. അപ്പം അതിന് ഈ വിഡ്രോവൽ സിംറ്റംസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളുണ്ട്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഫിസിഷ്യനോ സൈക്കാട്രിസ്റ്റിനോ കൺസൾട്ട് ചെയ്തിട്ട് ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിർത്താവുന്നതേ ഉള്ളൂ. ഈ സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മുടെ തൊണ്ട അടഞ്ഞു പോകുന്നു എന്നൊക്കെ, ശബ്ദത്തെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒന്ന്, പുക തന്നെ നമ്മളുടെ എയർവേക്ക് ഒരു ഇറിറ്റൻ്റ് ആണത്. നമ്മളുടെ റെസ്പിറേറ്ററിയുടെ ലൈനിങ് തൊട്ട് അതിൻ്റെ വാൾസ് ഉൾപ്പെടെ എല്ലാം നശിച്ചു. അത് കുറേ എക്സ്പോഷർ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കുമാണ് ആ നശിച്ച സ്ഥലത്ത് ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ശബ്ദം പോകുന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു ഐ ഓപ്പണർ ആയിരിക്കണം, ഇത് നിർത്തിയേ പറ്റുള്ളൂ വേണ്ടത്. അതും ഡയറക്റ്റ് സ്മോക്കിംഗ് തന്നെ ആവണമെന്നില്ല. അടുത്തിരിക്കുന്ന ആൾ സ്മോക്ക് ചെയ്താലും പാസീവ് സ്മോക്കിംഗ് ഈസ് ഈക്വലി ബാഡ്. ഈ ചുമയൊക്കെ സിഗരറ്റ് വലിയുടെ ഭാഗമായിട്ട് വരാറുണ്ടല്ലോ. അപ്പം ശ്വാസം മുട്ട്, ആസ്മ പോലെയുള്ള ആളുകൾ സിഗരറ്റ് വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം ആസ്മ പോലെ ഉള്ളവർക്ക് സാധാരണ തണുത്ത കാറ്റ് തന്നെ ഒരു ഇറിറ്റൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അസുഖം കൂട്ടത്തേ ഉള്ളൂ. സപ്പോസ് ഒരു അസുഖം ഇല്ലാത്ത ആൾ തന്നെ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആകാം, പാസീവ് ആകാം. അതുകൊണ്ട് തന്നെ ലങ്സ് കേടാവാം. ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഒരു ദിവസം 8 സിഗരറ്റ് വലിക്കുന്നവരൊക്കെ നമുക്ക് പരിചയത്തിലുണ്ടാകുമല്ലോ. അപ്പോൾ അവരത് കുറച്ച് കൊണ്ടുവരണം. അപ്പം ഒരു സിഗരറ്റ് വലിക്കുന്നതും 8 സിഗരറ്റ് വലിക്കുന്നതും ഈക്വൽ തന്നെയായിരിക്കും? ഈ 8ഉം 1ഉമായിട്ടുള്ള ഇത് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ ഡാമേജിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. പക്ഷേ രണ്ടും അവസാനം ഒരേ അസുഖത്തിലേക്ക് തന്നെ എത്തുന്നത്. അപ്പം 8 1 കുറച്ചിട്ട് കാര്യമില്ല, കംപ്ലീറ്റ്ലി നിർത്തിയേ പറ്റുള്ളൂ. ഇതിനോട് കൂടി ഒന്നും കൂടി ചോദിക്കട്ടെ, ചിലർക്ക് സിഗരറ്റ് വലി അവസാനിപ്പിക്കുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിൽ വല്ല വസ്തുതയുണ്ടോ? ശരിയാണ്. കാരണം ഇതൊരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസിന് നമ്മുടെ ബോഡി ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം എത്ര മനഃശക്തിയുള്ള ആളാണെങ്കിലും എത്ര ഹെൽത്തി ആണെങ്കിലും ഒറ്റയടിക്ക് നിർത്താൻ പറ്റണമെന്നില്ല. അപ്പം അന്നേരം നമ്മൾ ഈ നിർത്തുന്നത് ഡിലേ ചെയ്ത് പോകുന്നതിനേലും നല്ലത് ഡോക്ടറിൻ്റെ സഹായം തേടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെ. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഡോക്ടർ വിനോദ് സേവ്യർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും സമയം കൂടെ ഇരുന്നതിന്. താങ്ക് യു.